ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? നമ്മൾ അടിപൊളിയായിട്ടിരിക്കണം. ഇവിടെ നമുക്ക് സമ്മർ ടൈമായി, നല്ല കിടിലം വെതറാണ്. ഇന്ന് 20 ഡിഗ്രിയൊക്കെയാണ്. ഞാനും യുവി നമ്മുടെ സമ്മർ ഡ്രസ്സിലൊക്കെ അൻഷിഫയുടെയും ഷെറീറിൻ്റെയും വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് അവിടെ ഒരു ചായകുടി ഡിന്നർ പരിപാടി ഉണ്ട്. നല്ല ഉഷാറ് കൈപ്പോള ഉണ്ടാക്കാം, പിന്നെ പൊരിച്ച പത്തിരിയും ചിക്കൻ കറി ഉണ്ടാക്കാം. തിങ്കളാഴ്ച തൊട്ട് ഡയറ്റിങ്ങിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടത് മുഴുവൻ അങ്ങോട്ട് തിന്നാം. വിഷ്ണുനോട് പറയായിരുന്നു, കുറച്ച് കാലമായിട്ട് വീഡിയോ എടുക്കാത്ത കാരണം ഇൻട്രോ പറയാൻ പറ്റുന്നില്ല, ഒരു ഇൻട്രോ പറഞ്ഞു തരുമോന്ന്. വിഷ്ണുനോട് പറഞ്ഞത് അറിയുന്നുണ്ടെങ്കിൽ വിഷ്ണു ചാനൽ ഉണ്ടാവില്ലേ ലവേഷ്? അയ്യോ, നമ്മളോട് കാര്യം പറയാൻ മറന്നു പോയി. നമ്മളൊരു കാര്യം പറയാൻ മറന്നു പോയി. എന്താ പറഞ്ഞത്? വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. നമ്മുടെ വീടിന്റെ അടുത്ത് പുതിയ കുറെ വീടുകൾ വരുന്നുണ്ട് കേട്ടോ. അതിന്റെ പണി ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇത്ര എന്താ പറയാ, ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു സംഭവം സ്ഥലമായിരുന്നില്ല അല്ലേ? ഇപ്പൊ പക്ഷെ കഴിഞ്ഞൊരു 3-4 കൊല്ലമായിട്ട് ഇവിടെ കുറെ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. നമുക്കും നല്ലതാണത്. നമ്മൾ നെതർലൻഡ്സിൽ വന്നിട്ട് വീട് നോക്കി തുടങ്ങുന്ന സമയത്ത് മെയിൻലി നമ്മൾ ഹോഫ്ഡോർപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ വീട് നോക്കുന്നുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്ന സ്ഥലം ആംസ്റ്റൽഫെയിൻ ആണ്. ആംസ്റ്റൽഫെയിനാണ് ഇവിടെ പൊതുവേ ഡച്ച് ആൾക്കാർ മിനി ബോംബെ എന്ന് പറയാറ്. അവിടെ കുറെ ഇന്ത്യൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവിടെ കുറച്ച് ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുണ്ട് എല്ലാ ആൾക്കാരും കൂടെ. അപ്പൊ അവിടെ അങ്ങനെ വീട് വാങ്ങിക്കലൊന്നും ഇപ്പൊ അത്ര പോസിബിൾ അല്ല. ഒന്നും നല്ല റേറ്റ് ആണ്. പിന്നെ അധികം വീടുകളൊന്നും അങ്ങനെ വാങ്ങിക്കാനായിട്ട് അവിടെ ഇല്ല. അതുകൊണ്ട് അതിനുശേഷം ഇപ്പൊ എല്ലാവരും വാങ്ങിക്കുന്ന ഒരു സ്ഥലം ഹോഫ്ഡോർപ്പായിരുന്നു. നമ്മൾ ഹോഫ്ഡോർപ്പാണ് വീട് നോക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അന്ന് ഈ പറയുന്ന പോലെ നമ്മൾ ബിഡ് ചെയ്യലും കിട്ടലും അതിന്റെ ഒപ്പം വേണ്ട രീതിയിലുള്ള വീട് അവൈലബിൾ ആവലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹോഫ്ഡോർപ്പിനോട് തൊട്ട് ചേർന്നിട്ടുള്ള നമ്മുടെ വീടിന്ന് ഒരു സർക്കിൾ ഇങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോഫ്ഡോർപ്പായി. അപ്പൊ ന്യൂവനപ്പിലാണ് നമ്മുടെ വീട്. ന്യൂവനപ്പ് അന്ന് ഇങ്ങനെ കുറച്ച് ബൂമിംഗ് ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഇപ്പൊ അവിടെ കുറച്ചും കൂടെ നല്ല വീടുകളും പുതിയ കൺസ്ട്രക്ഷൻസും കുറച്ചും കൂടെ ഷോപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ ഏരിയയും കുറച്ച് നല്ലോണം ഡെവലപ്പായി വരുന്നുണ്ട്. അത് നമുക്ക് നല്ലതാണ് വിഷ്ണു. വിൽക്കുമ്പോ പൊന്നും വില കിട്ടും, പൊന്നും വില. എനിക്കൊരു വീടൊരു ചെറിയ പറഞ്ഞു. അത് വിഷ്ണു എന്റെ പേരിലാണ് വാങ്ങിച്ചിരിക്കുന്നത് അല്ലേ? പോകുന്ന വഴിക്ക് പിള്ളേരെ ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് അമ്മു ചേച്ചിൻ്റെയും സഞ്ചേട്ടൻ്റെ അവിടെ കയറി കേട്ടോ. ഈ ആഴ്ചയാണ് അവർക്കിപ്പോൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണല്ലോ നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഒരു ചെറിയ കുട്ടി ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ കൗതുക ലേശം കൂടുതലാട്ടോ. കയ്യും കാലൊക്കെ ഒന്ന് പിടിച്ചു വെക്കുക, അതേപോലെ എല്ലാവരും ടേൺ ബൈ ടേൺ എടുത്ത് അവനെ മടിയിൽ വെക്കുക, എടുക്കുക, ഇതൊക്കെ ചെയ്യുന്നിങ്ങനെ കാണാൻ വേണ്ടി നല്ല രസമാണ്. യുവിക്ക് അങ്ങനെ മിങ്കിൾ ചെയ്ത് കളിക്കാൻ പറ്റുന്നൊരു പ്രായമായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ തിരിച്ചും ഭയങ്കര കൗതുകത്തിലാണ് ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കി നിൽക്കാറ്. ഇവിടെ കുറച്ച് സീരിയസ് കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വിഷ്ണുവും നെയ്ത്തനും തമ്മിൽ. ഇപ്പോൾ ഒരു വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഇനി ജൂലൈ ആകുമ്പോൾ ഇവർക്ക് വലിയ വെക്കേഷൻ വരാണ്ട് കേട്ടോ. ഇവിടെ സമ്മർ വെക്കേഷൻ വരുന്ന ജൂലൈയിലാണ്. ആ ഒരു സമയത്താണ് പൊതുവെ എല്ലാവരും നാട്ടിൽ പോകാറ്. ഇവിടുത്തെ സമ്മർ വെക്കേഷൻ്റെ സമയത്താണ് യുവിയുടെ ബർത്ത്ഡേ വരിക. അതുകൊണ്ട് യുവിക്ക് ഒരിക്കലും അവൻ്റെ കറക്റ്റ് ബർത്ത്ഡേ സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മളെന്തായാലും കുറച്ചു നേരം പുറത്ത് വരുന്നപ്പോൾ കളിച്ചു. ഇനി നമുക്ക് മെല്ലെ ഷെറീറിൻ്റെ അങ്ങോട്ട് വിടാം കേട്ടോ. അമ്മു ചേച്ചി ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി പോയിക്കുകയാണ്. അപ്പോൾ നമ്മൾ അമ്മു ചേച്ചി വരുന്ന വരെ വെയിറ്റ് ചെയ്താൽ നമ്മുടെ കൈപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ലേറ്റ് ആവും. ഈ ഒരു സമ്മറായി കഴിഞ്ഞാണ്ടല്ലോ പൊതുവേ നമ്മൾ കാണുന്നതും പുറത്തു പോകുന്നതും ഒക്കെ കൂടും. വിൻ്ററായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ തണുപ്പ് കാരണമൊക്കെ മടിയായിരിക്കുമല്ലോ പുറത്തു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ തന്നെ എത്ര കൂടുതലാണ് പുറത്തു പോകുന്നത്. കുറച്ചും കൂടെ സുഖമാണ്. വിഷ്, നാളെ മദേഴ്സ് ഡേ ആണ്. അങ്ങനെ നമുക്ക് ഒരു ദിവസം കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നു. മദേഴ്സ് ഡേക്ക് സെലിബ്രേറ്റ് ചെയ്യണം. എന്റെ ആദ്യത്തെ മദേഴ്സ് ഡേ അല്ലേ? മദർ ആയിട്ട് ഞാൻ മദേഴ്സ് ഡേക്ക് അല്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ അക്നോളജ് ചെയ്യാറുണ്ട് ഞാൻ അടിപൊളിയാണ്. പക്ഷെ മദേഴ്സ് ഡേക്ക് എനിക്ക് അപ്രീസിയേഷൻ വേണം. പക്ഷെ നല്ലതാണ് ഇങ്ങനത്തെ ഡേറ്റ്സ് ഒക്കെ നമ്മൾ കുറച്ചൊക്കെ സെലിബ്രേറ്റ് ചെയ്യണത്. കാരണം അതൊരു ഒരു ഒരു നല്ലൊരു ഫീലാണ്. നമ്മൾ ഷെറീറിൻ്റെ അൻഷിഫയുടെ അപ്പാർട്ട്മെൻറ്റ് അവിടെ എത്തിയിട്ടോ. ഈ സൈഡിൽ കാണുന്നതാണ് അപ്പാർട്ട്മെൻറ്റ്, ഈ സൈഡിൽ കാണുന്നത് സൂപ്പർ മാർക്കറ്റാണ്. അടിപൊളിയല്ലേ? ഇവിടെ നിന്ന് ഇറങ്ങുക, സാധനം വാങ്ങിക്കുക. ഞാൻ ചുമ്മാ റൂഹിക്ക് കണ്ടാൽ രസം തോന്നുന്ന ശബ്ദം പോയല്ലോ, 1-2 സാധനം വാങ്ങിക്കാൻ വന്നാണേ. നമുക്ക് ഇത്ര അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നശിക്കാനുള്ള സാധ്യത നല്ലോണം ഉണ്ട്. കാരണം എല്ലാ സാധനവും നമുക്ക് വാങ്ങിക്കണം എന്ന് തോന്നുമല്ലോ. നമ്മൾ അൻഷിഫനെ കളിയാക്കാറുണ്ട്. ഉള്ളി അരിഞ്ഞിട്ട് വേവിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും തക്കാളി ഇല്ലാന്ന് അറിയുന്നത്. അപ്പം എന്നാൽ പോയി തക്കാളി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വരുന്നത്. അത്ര അടുത്തല്ലേ, ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ സൂപ്പർ മാർക്കറ്റ്. ഞങ്ങൾക്ക് വരുന്ന വഴിക്ക് വഴിയിൽ നിന്ന്
ഡയമണ്ട് പെയിന്റിങ് എല്ലാ കാര്യം നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആവൊന്നും വേണ്ട. കാണുമ്പോൾ നമുക്ക് കുറച്ച് രസമുള്ള പോലത്തെ കാര്യങ്ങളും വിഷ്ണു അങ്ങനെ പഠിച്ച് ഗവേഷിച്ച് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമൊന്നുമല്ല വാങ്ങിക്കേണ്ടത്. എന്നോട് അമ്മ ചെറുപ്പം വീട്ടിൽ കയറുന്നത് പറഞ്ഞായിരുന്നു എല്ലാ തവണ ഇവിടെ മറ്റേ നേരത്തെ വാങ്ങിച്ചിരുന്ന നല്ല വേദനിക്കുന്ന ഒരു തോക്ക് ഇഷ്ടം. ഇതിനകത്ത് ഞാൻ കൊടുത്തില്ല, കൊണ്ടോണ്ടാണ് ഇവിടെ കളിച്ചോ. ഇവിടെ ഒന്നും ഉണ്ട്. അതിന്റെ പേരിൽ എനിക്ക് കുറെ പേര് ദോഷമുണ്ട്. വലിയ പാവ. ഡോറ് തന്നെ തുറക്കുവോ? ഇതെന്താണ്? ഇതെന്താണ്? ഇത് വേണോ? ഇല്ല, ഏതാ വേണ്ടേ? കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെമ്പൊക്കെ മാറ്റി വെച്ച പോലെ ഉണ്ട്. ഇന്നലെ അവിടെ റോസിന്റെ പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ബിരിയാണി ഒക്കെ ആയിരുന്നു ഇന്നലെ കഴിച്ചതിന്റെ കുറച്ച് ബാക്കികൾ നമുക്കുണ്ട്. അപ്പൊ അതൊന്ന് കഴിച്ച് വൈകുന്നേരം 4 മണി നമുക്ക് തുടങ്ങാന്ന് വിചാരിച്ചു. യുവി ഇപ്പൊ ചെറുതായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതോടെ നമ്മൾ ബാക്കിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഒന്ന് കാണിക്കും വിഷ്ണു. ഈ കള്ളക്കാശം തുടങ്ങിയിട്ട് ഇപ്പൊ നമുക്ക് ഒരു കാര്യമില്ല. യുവി ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ കശൽ നിൽക്കും ചെയ്യും. നീ പതന്നെ ഒന്നും കൂടെ കണ്ടിട്ട് ചെയ്യും. യുവി നല്ല ബോറായിട്ടത്. യുവിയുടെ ബാക്ക് പാക്ക് ഒന്ന് കാണിക്കൂ. കംപ്ലീറ്റ് ആയിട്ട് ആസ്ട്രോണട്ടാണ് യുവി. ഇനി പിടിച്ചു നിൽക്കുമ്പോ മലന്ന് വീണാലും സ്പഞ്ചിന്റെ മുകളിലേക്കാണ് വീഴുക, പില്ലോന്റെ മുകളിലേക്ക്. ഉണ്ടോ അല്ലേ? ഹലോ, ട്രിപ്പിൾസ് ആണല്ലോ. ഞാൻ രാത്രി പടത്തിന്റെ കിടന്നുറങ്ങി പോകുന്ന എവിടെ കണ്ടാലും ഈ കരച്ചില് ഒരു ആവശ്യമില്ല, വെറുതെ. രാത്രി ചിക്കൻ മുളകിട്ടതും പത്തിരിയും കൈപ്പോളിയാണ്. ഞാൻ എന്ന് ചിക്കൻ മുളകിട്ടത് ഉണ്ടാക്കാൻ പഠിച്ചോ അതിനുശേഷം ഞാനൊന്നും ഇറങ്ങിയിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ചിക്കൻ മുളകിട്ടലാണ്. അത് കേട്ടപ്പോഴാണ് വിഷ്ണുവിന് ഉറക്കം വന്നേ വന്നു പോയി കിടന്നിറങ്ങി. പക്ഷെ അൻഷിഫെന്ന് ഗംഭീരമായിട്ട് പത്തിരിയും കൈപ്പോളി ഉണ്ടാക്കും. ചിക്കൻ കറി ഉണ്ടാക്കും. ഞാൻ ഇപ്പം എക്സ്പേർട്ട് അല്ല ചിക്കൻ മുളകിട്ടതിൽ, കണ്ണടച്ചുണ്ടാക്കും. ഇന്ന് യുവി മഹാ ചീമൂടിലാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു പുതിയ കരച്ചിൽ പഠിച്ചിട്ട് അതിന്റെ പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളത്തേക്ക് മറന്നതായിരിക്കും അല്ലേ? കാര്യമായിട്ട് ക്യാമറ ഉണക്കി മാന്യനാവും, ക്ലാപ്പ് ചെയ്യും, ചിരിക്കും. വീട്ടിൽ അമ്മേനെയും അച്ഛനെയും വീഡിയോ കോളില് ഡെയിലി വിളിക്കണില്ലേ? അപ്പൊ അതുകൊണ്ട് ക്യാമറയിൽ ഇങ്ങനെ ആൾക്കാരെ കാണുന്നതും വർത്താനം പറയണതും കുറച്ച് ശീലമായിരിക്കണം അല്ലേ? എന്താണ് ബാക്കിൽ മല കയറാൻ പോവാണോ? മൗണ്ടൻ കയറാൻ പോവാണോ? നമ്മളിവിടെ നോമ്പിന്റെ സമയത്ത് നോമ്പുറക്കി വന്നപ്പോൾ അൻഷിഫ് ഒരു കൈപ്പോളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ നമ്മളിന്നത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കൈപ്പോളം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. റൂഹി ഇവിടെ റൂഹിയുടെ ക്രാഫ്റ്റ് വർക്കിലാണ് അല്ലേ? എൻ്റെ ഒക്കത്തെ ഒരു കച്ചറക്കുട്ടനുണ്ട്. ഞാൻ ഇവൻ ഇത്ര കച്ചറായിട്ട് കണ്ടിട്ടില്ല. ക്യാബ് ഈ പൂന്നൊന്ന് ഫുള്ള് അല്ലേ? അന്നൊരു ദിവസം നമ്മളിവിടെ ആക്കിയിട്ട് ഞാനും വിഷ്ണു കൂടെ പുറത്തു കൊണ്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. അന്ന് കച്ചറായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഷിഫയുടെ പാത്രങ്ങളുടെ നിലവറയാണ് ഇതിൻ്റെ അകത്ത്. ബിരിയാണി ചെമ്പ് പല സൈസില്, 10 പേർക്കുള്ള ബിരിയാണി ചെമ്പ്, 20 പേർക്കുള്ളത് എല്ലാം എൻ്റെ അകത്തുണ്ട്. വലിപ്പം കൂടും. ഇവിടെ വന്നപ്പോ 4 പേർക്കുള്ള ബിരിയാണി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പിന്നെ അത് 6 ആയി, 8 ആയി, 10 ആയി, 20 ആയി. അങ്ങനെ നമ്മള് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണോ? വെളിച്ചെണ്ണയല്ലേ നല്ലത്. വെളിച്ചെണ്ണയല്ല നല്ലത്.
ഞങ്ങൾ അടുപ്പ് കത്തിച്ച് പാൻ ഓൺ ചെയ്തപ്പോഴാണ് എണ്ണയില്ലാന്ന് പറഞ്ഞത്. ഞങ്ങൾ വരുമ്പോ പറയായിരുന്നു നിങ്ങൾക്ക് ഫോമർ താഴുള്ളതുകൊണ്ട് തക്കാളിയൊക്കെ ഇങ്ങനെ വയറ്റിനിടയിലാണ്. ആ വെളിച്ചെണ്ണയിലാന്നല്ല. ചിക്കൻ കറി ഏകദേശം റെഡിയായി. ഇത് ഇനി റെസിപ്പിയുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഒരു 5 മിനിറ്റിലോട്ട് ചിക്കൻ കറി റെഡി. അത് കഴിഞ്ഞ് അഞ്ചിപ്പോ കൈപ്പോളം ഉണ്ടാക്കുമ്പോ അതിന്റെ ഫുൾ റെസിപ്പി നമ്മൾ ഷെയർ ചെയ്യാം. സെറ്റാണ്. ഇതിന്റെ പല്ലവിടെ ഒരു ഫോമറിൽ പോയിട്ട് സൺഫ്ലവർ ഓയിൽ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയി. ഈ പോണ്ടോ? സെറ്റ് കറിയാണ് കേട്ടോ, ഞാൻ ടേസ്റ്റ് നോക്കി. ചിക്കൻ മുളകിട്ടല്ലേ ഞാനിപ്പോ ഇതാന്ന് അറിയുന്ന അവര് ഉണ്ടാക്കുന്നു. നിങ്ങൾ സൺഫ്ലവർ പൊട്ടിച്ച് അത് ഉണക്കി അത് പിഴിഞ്ഞെടുത്തിട്ടൊക്കെ വരികയാണ്. എന്നിടയിലോ നമ്മളിവിടെ കായ്പോളം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗീലായിരുന്നു നമ്മൾ കാഷ്യൂം അതേപോലെ റൈസിൻസും വറുത്തെടുക്കേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മൾ സൺഫ്ലവർ ഓയിലിൽ വറുത്തെടുത്തു. അതുകൊണ്ട് ഇപ്പം നമ്മൾ വീണ്ടും ഗീ ആഡ് ചെയ്ത് ഒന്നും കൂടെ വറക്കാൻ വേണ്ടി പോവുകയാണ്. അഞ്ചിപ്പം ഇങ്ങനെ നമ്മൾ കുക്കിങ്ങിൽ പല പല ലെവലിൽ ഇവള് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ അവിടെ യുവിയുടെ 28-ന് വന്ന ദിവസം ഇവിടെ സ്റ്റവ് ഓൺ ചെയ്തിട്ടാണ് അങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അപ്പോഴും സ്റ്റവ് ഓൺ ആണ്. അതെ, യുവിന്റെ 51-ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 10 മണിക്ക്, തിരിച്ച് വീട്ടിൽ കയറിയത് രാത്രി 10 മണിക്ക്. 12 മണിക്ക് അതുവരെ സ്റ്റവ് ഓൺ ആയിരുന്നു. ആദ്യത്തിന് അപ്പാർട്ട്മെന്റ് ചെറുത്. നമ്മൾ വിചാരിക്കും ഇതൊന്നും നന്നാവൊന്നുമില്ല, അതിന്റെ അടുത്ത ദിവസം ചിലപ്പോൾ ഇതേപോലെ തുടങ്ങി സ്റ്റവ് എത്തിച്ചു പോകും. പക്ഷെ അത് നമ്മൾ അറിഞ്ഞ് ചെയ്യണതല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഭയങ്കര കെയർലെസ് ആയി പോവുകയാണ്. അതൊരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ സ്റ്റവൊക്കെ കത്തിച്ച് വെച്ച് പോണത് വേണമെങ്കിൽ ഒരു തെറ്റാന്ന് പറയാം. നമ്മൾ ആ ചൂടുള്ള എണ്ണയ്ക്ക് നമ്മൾ നല്ലോണം പകുത്ത പഴം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കും. ഇത് ഉടച്ചെടുക്കുമല്ലോ അതിന് ശേഷം. ഉടക്കില്ല, നന്നായിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കും. അതിക്ക് ഇനി അതൊക്കെ വാട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഗ്രേറ്റഡ് കൊക്കനട്ട് നമ്മൾ കുറച്ച് ഷുഗർ ഇടും. ഇന്നത്തെ ദിവസം കൂടെ കഴിഞ്ഞിട്ട് വേണം ഡയറ്റ് ചെയ്യാൻ. ഇവിടെ ഡയറ്റ് ചെയ്യാൻ തുടങ്ങാം. മൺഡേ മുതൽ ഡയറ്റാ. ഞാൻ അത് കുറച്ച് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കട്ട ഡയറ്റ് പറ്റില്ല. പക്ഷെ എന്നാലും യുവിക്ക് എത്ര ഇഷ്ടപ്പെടണല്ലോ കേട്ടോ ഞാൻ എടുക്കണത്. യുവി എടുക്കണം. നമ്മൾ ആ ഷുഗറൊക്കെ ഒന്ന് നല്ലോണം കാരമലൈസ് ചെയ്ത് വരുന്ന വരെ നല്ലോണം വാട്ടിയെടുക്കണം. മുരിച്ചെടുക്കാം. യൂഷിക്ക് ഇന്ന് രാത്രി എന്താണെന്നറിയോ? കോണും സ്വീറ്റ് പൊട്ടറ്റോയും ബ്രോക്കലി. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണേ. ഇത് നല്ലോണം വെന്തുടയണ്ടെന്നാണ് അൻഷിഫ പറയണത്. പക്ഷെ നല്ലോണം ഒന്ന് എന്താണ് ഇതിന്റെ പാകം മൊരിഞ്ഞ് കിട്ടുന്നവരെ, നല്ല കാരമലൈസ്ഡ് ആയിട്ട് മുരിഞ്ഞു വരുന്ന നേരത്തിനുള്ളിൽ നമ്മൾ പൊരിച്ച പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള പത്തിരി കുഴയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അൻഷിഫ പത്തിരിയുടെ കുഴയ്ക്കാൻ പഠിച്ചിട്ട് എൻ്റെ പത്തിരി ഇപ്പം ശരിയാവാൻ തുടങ്ങി. കുഴപ്പമില്ലല്ലായിരുന്നു പ്രശ്നം, പരത്തല്ലായിരുന്നു എനിക്ക് പ്രശ്നം. ആ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ സാധനം വെക്കണില്ലേ നമ്മള്, അത് അതാണ് ഗെയിം ചേഞ്ചർ. അതുണ്ടെങ്കിൽ മാത്രമാണ് പത്തിരി നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രസറിന് കിട്ടുന്നുള്ളൂ. ഞാൻ കാണിച്ചു തരാട്ടോ ആ സാധനം. പണ്ട് മുതലേ മറ്റേ ഇത് ഉപയോഗിക്കായിരുന്നോ? അല്ല ഇമ്മൊക്കെ ഇങ്ങനെ അല്ലാണ്ട് വെറും പ്രസ് മാത്രമായിട്ട് പത്തിരി വരുത്തുന്നത് ഇതുവരെ കണ്ടില്ല. ഞാൻ വെറും പ്രസ് ചെയ്തിട്ട് എനിക്ക് ഒന്ന് എടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകും. അതായിരുന്നു എന്റെ പ്രശ്നം. ഞാൻ കാണിച്ചത് അവളുടെ ഉണ്ടെങ്കിൽ. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ചട്ടൂടെ നിങ്ങൾക്ക് അറിയില്ലേ, തെസ്നി. അപ്പോൾ തെസ്നി അധിക ദിവസം ഉച്ചയ്ക്ക് നല്ല പത്തിരിയും തേങ്ങാപ്പാലും ഒഴിച്ച് ചിക്കൻ കറിയും കൊണ്ടുവരും. അപ്പോൾ എൻ്റെ ആക്രമണം കണ്ടിട്ട് ചട്ടൂൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ഒരു 3-4 പത്തിരി എക്സ്ട്രാ വേറെ മാറ്റി കൊടുക്കും. അതും ഇനി ചട്ടൂന് ഫുഡ് കിട്ടില്ല എന്നുള്ള ടെൻഷൻ കാരണമാണോ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എന്തായാലും ഒരു 3-4 പത്തിരി എനിക്ക് ഉച്ചയ്ക്ക് കിട്ടാറുണ്ട്. നല്ല തേങ്ങാപ്പാലൊക്കെ അരച്ചിട്ടുള്ള നല്ല കറി. കുറച്ച് ഗ്രേറ്റ് ചെയ്ത കൊക്കനട്ട് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തത് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതൊരു സ്പീഡാണ് നോക്കണേ. ഞാൻ ഈ നേരം കൊണ്ട് മറ്റേ എന്താ പറയാ, സോൾട്ട് ആൻഡ് പേപ്പറിൽ ലാല് പറയില്ലേ, മനസ്സിലാവുന്ന ഭാഷ പറയുമെന്ന്. അതായത്
നമ്മൾ ഗ്രേറ്റ് ചെയ്ത കൊക്കനട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് ഈ മിക്സിലേക്ക്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ട്സും റൈസൽസും ഇവിടെ മാറ്റി വെച്ചിട്ട് അതും കൂടി ഇട്ട്. ഇനി നമ്മൾ എഗ്ഗിൻ്റെ ഒരു മിക്സ്ചർ കൂടി ഉണ്ടാക്കണം. എന്നിട്ട് അതിലോട്ട് ആഡ് ചെയ്യും. നിങ്ങൾക്ക് ഈ റെസിപ്പി എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പൊതുവേ നിങ്ങൾ പറയാറില്ലേ നിങ്ങൾക്ക് ഭയങ്കര റോ ഫീലുള്ള വീഡിയോ ആണ് ഇഷ്ടമെന്ന്. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ കേട്ടോ വീഡിയോ എടുക്കുന്നത്. നമ്മൾ മുട്ടയും ഏലക്കയും പഞ്ചസാരയും എല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. മുട്ടയും ഏലക്കയും മാത്രമാണ്. പിന്നെ പഞ്ചസാര. പിന്നെ ഞാൻ ഇതിൽ നിന്ന് ഒരു ഫ്ലേവർ ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലത്തെ കുറച്ച് എടുത്തിട്ട് പഴം നീ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യും. ബാക്കി അല്ലാണ്ട് റെസിപ്പിയാ ഇത് പല റെസിപ്പി കണ്ടിട്ട് ഞാൻ നിന്റേതായിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കിയതാണ്. ഓ അപ്പൊ മുട്ടയും ഏലക്കയും പഞ്ചസാരയും കുറച്ച് പഴവും തേങ്ങയും കൂടെ ഉള്ള ഈ മിക്സും കൂടെ എടുത്തിട്ട് നല്ലോണം 2 സ്പൂൺ പാൽപ്പൊടിയും കൂടെ ശരിയാവാൻ പാൽപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം നമ്മളൊരു മിക്സ് ഉണ്ടാക്കി എടുക്കും. ഹലോ, ഞാൻ ഇതിന് ഈ ഒരു പോർഷൻ എടുത്തിട്ട് ഈ മിക്സിയിലോട്ട് ആഡ് ചെയ്യാണ്. ഞാൻ ഇത്രയും കാലം ഷൂട്ട് ചെയ്തതിൽ ഞാൻ കുക്കിംഗ് ആക്ച്വലി എനിക്ക് തോന്നുന്നു 2022-23 ഒക്കെ ആയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നേ. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കുക്കിംഗ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ ഇപ്പോഴും ഞാൻ അത്ര ഗുഡൊന്നുമല്ല റെസിപ്പി വീഡിയോസ് ലോങ് വീഡിയോസിലിടാൻ. ഷോർട്സ് ഞാൻ പഠിച്ചു. പക്ഷെ ഒരു സ്റ്റെപ്പും ഒട്ടും നമ്മൾ മിസ് ചെയ്യാതെ പ്രസന്റ് ചെയ്യുക, പാത്രങ്ങളൊക്കെ നോക്കി ഉപയോഗിക്കുക എന്നുള്ളത് പാൽപ്പൊടി എടുത്തായിരുന്നു ഈ ഞാൻ ഇപ്പൊ പറയാൻ വരുമായിരുന്നു ഈ ജെൻസിയാണ് എന്നുള്ളത്. ആ ഫ്ലോണ്ട് പോയി ഈ പാൽപ്പൊടി എടുത്തിട്ട് എവിടെ വെച്ചെന്നുള്ളത് മറന്നു. അങ്ങനെ ഞാൻ ഏതൊരു റിപ്പോർട്ട് വായിച്ചു ആള്. പക്ഷെ അൻഷിഫ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരേ ഒരു ജെൻസിയാണ്. ഓ ശരി, അമ്മയും ജെൻസിയാ. ഇവർ രണ്ടുപേരും ജസ്റ്റ് അല്ല, ഒരു 6 കൊല്ലം മിസ്സായി പോയി. അമ്മടി അച്ഛൻ്റെ കല്യാണം ഒരു 6 കൊല്ലം വരികയാണെങ്കിൽ ഞാനും ജെൻസിയെ കൊണ്ടുവരുന്നു. നീ ജെൻസിയാണോ? പക്ഷെ ഞാൻ ഈ ജെൻ ബീറ്റ ആൽഫയൊക്കെ ഇപ്പൊ അടുത്ത കേട്ടു തുടങ്ങിയത്. ഇത്ര കാലം ഞാൻ ഇത് കേട്ടിട്ടില്ല. ഇത്ര കാലം മനുഷ്യന്മാർക്കൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇത് ജെൻ ബീറ്റയാണ്. പല്ല് വരുകൊണ്ട് ആകെ തുണ്ണിന്റെ മുകളിലാണ് നമ്മുടെ കളി. ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നമ്മളിത് അരച്ചെടുക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്താ ഇക്കൊല്ലം എന്തുകൊണ്ട് ഇക്കൊല്ലം അധികം IPL കാണാത്ത? ഇന്ന് ഷെറീർ എന്താ കാണാത്ത? ജോലി തിരക്ക്, കുടുംബത്തിന്റെ പ്രാരാബ്ദം. യുവി ഇപ്പൊ ദിവസം കഴിയും തോറും എന്റെ ഒരു മാഗ്നറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു മിക്സ് കിട്ടും. ഇനി ഈ മിക്സ് നമ്മൾ ഇതിലോട്ട് ഒഴിക്കും. അല്ല അത് വെച്ചിട്ട് അത് ഇതിലോട്ട് ഒഴിച്ചിട്ട് 1 സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് നമ്മള് കുറച്ച് ഗീ ഗ്രീസ് ചെയ്തിട്ടാണ് ഇതിലോട്ട് ഇടുന്നത്. അപ്പൊ എന്താ ഇതിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഡിഫറൻസ്? അല്ല, ഒന്ന് ഗീ ഒക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിടുമ്പോ കുറച്ചും കൂടെ ഒന്ന് എടുക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. ഇനി നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഇത് ശരിക്കും നമ്മൾ കൈവച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു റിയൽ സാധനം പുറത്തേക്ക് വരിക. അതുകൊണ്ട് നമ്മൾ ക്യാമറ മാറ്റിയിട്ട് കൈവച്ച് നല്ലോണം റെഡി അങ്ങോട്ട് മിക്സ് ചെയ്യും. മിക്സ് ആണ് റെഡി ആക്കിണ്ട്. ഞരണ്ടി നമ്മൾ റെഡിയാക്കി. പാൻ ചൂടാക്കും, അതിലോട്ട് ഗീ ഗ്രീസ് ചെയ്യും, സാധനം വെക്കും, അടച്ചു വെക്കും. കഴിഞ്ഞു. ഞാൻ കായ്പോളം 1-2 തവണ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പക്ഷേ ഈ റെസിപ്പി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവളായിട്ട് പല റെസിപ്പീസ് മിക്സ് ചെയ്തുണ്ടാക്കിയ റെസിപ്പിയാണെന്നാണ് പറയണത്. അൻഷിഫ അല്ലെങ്കിലും പൊളിയല്ലേ. അൻഷിഫ ഇനിയിപ്പോ നാട്ടില് തരംഗാണ്. മറ്റേ ഫിറോസ് പിക്കിൾസ് നമ്മളെന്ന് പറഞ്ഞതിന് ശേഷം ഫിറോസ് പിക്കിൾസിന്റെ അഡ്വർടൈസ്മെന്റിൽ അൻഷിഫ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി പോയിട്ട് ചോദിക്കണം. എല്ലാ കുക്കി ഓരോന്ന് വെച്ചിട്ട് എടുത്തോളാം.
ഒരു ദിവസം പുറത്തു പോയിട്ട് ബാർബിക്യൂ ആയിരുന്നു അല്ലേ? ഇന്ന് ഇവിടെ പ്ലാൻ ചെയ്തത് റോസിന്റെ വീടിനടുത്ത് ഒരു നല്ലൊരു പാർക്ക് ഉണ്ട്, അവിടെ പോയിട്ട് ചെയ്യായിരുന്നു. ഇന്നലെ ഇവിടെ റോസിന്റെ പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു. അവരിന് 2 ആഴ്ചയും കൂടെ ഉള്ളൂ. ഇത്ര പെട്ടെന്നല്ലോ 1.5 മാസം പോയത്. ഭയങ്കര സ്പീഡല്ലേ? ഏറ്റവും മെല്ലെ പോയത് മാർച്ച് 7 മാർച്ചിൽ എന്തൊക്കെ ചെയ്തിട്ട് മാർച്ച് കഴിയുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട്. ഇതാണ് ആ സാധനം. കാണാൻ ലുക്കില്ലെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആണ്. അടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ടാണ്. ഓ, അപ്പൊ മുഴുവൻ ഹീറ്റ് അങ്ങോട്ട് ഒറ്റടിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഒന്നായി വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂം അതേപോലെ തന്നെ റൈസിൻസും. അതിന്റെ സൈഡില് ഇത് പോയതല്ല കേട്ടോ, തേങ്ങയാണ് ഇരിക്കണത്. നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളം വെച്ചു, ഉപ്പിട്ടു, എണ്ണ ഒഴിച്ചു. അത് നമ്മളൊന്ന് നല്ലോണം തിളച്ചു വരുന്ന സമയത്ത് പൊരിച്ച പത്തിരി അതിക്ക് നമ്മളിനി അരിപ്പൊടി ഇട്ടിട്ട് പിന്നെ കുറച്ച് ഷുഗർ ആഡ് ചെയ്യും, പിന്നെ കരിഞ്ജീരകം നല്ലോണം എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കും. അഞ്ജീവ ഭയങ്കര കുക്കിംഗ് എക്സ്പെർട്ട് അല്ലേ? എന്താണ് ക്ലാപ്പ് ചെയ്യണ കാര്യം കാണണല്ലേ? നമ്മൾ ഈ കപ്പൊക്കെ ഉപയോഗിക്കുമ്പോ വിചാരിക്കും ഇവിടെ മെഷർ ചെയ്തിട്ട് ഇടുന്നത്. നല്ല കോരിയിടാനുള്ള ഒരു സ്പൂണാണ് അവർക്ക് മെഷർ വേണ്ടായിരുന്നു എന്നിപ്പോ തോന്നുന്നുണ്ട്. ഇത്രയും നേരം ആരില്ലേ ഈ പത്തിരി പരത്തുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ തന്നെ എല്ലാരും കൂടി വന്നു. അതിക്ക് ഷുഗറും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സ്പൂണിന്റെ മറ്റേ സൈഡ് വെച്ച് ഇളക്കണതാണ് ഇതിന്റെ മെയിൻ കാര്യം എന്നാണ് അൻഷിഫ പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം ഉപയോഗിക്കാത്തപ്പോഴാണ് എന്റെ യുവി അത് എന്ത് ചെയ്തു എന്നോട്. അതിന്റെ കൃത്യമായിട്ടുള്ള ടേസ്റ്റ് വരാൻ ഞാൻ പറയുന്നത് സയന്റിഫിക് ആയിട്ടോ നമ്മൾ ഇതൊന്ന് മറച്ചിടും. സെറ്റ് ഇത് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് ഗീലൊന്ന് സെറ്റാക്കി എടുക്കും. ഇനി കത്തിക്കാം. ഞാൻ യുവിക്കൊന്നിടയിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയിണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ നമ്മൾ കൈപ്പോളം മറിച്ചിട്ട് മറ്റേ സൈഡ് ഒന്ന് ബട്ടറിൽ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. ഗീല് എടുക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമ്മളിങ്ങനെ പ്രസ്സറിൻ്റെ അകത്ത് ഈ ഒരു 2 ഷീറ്റ് വെക്കും. അപ്പം നമുക്ക് ഇതിന്ന് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് പത്തിരി ചുട്ടെടുക്കാൻ വേണ്ടി കുറച്ചും കൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഭയങ്കര അടിപൊളിയായിട്ട് സൺസെറ്റ് കാണും കേട്ടോ. ഞാൻ ഇവിടുന്ന് ഒരു റിഫ്ലക്ഷൻ പോലെ കണ്ടതായിരുന്നേ. കണ്ടോ പൊളി. ഇതെനിക്ക് അറിയണ്ടായില്ല. എങ്ങനെയാണെങ്കിൽ ഞാൻ അധികം ദിവസം കൂടെ വന്നേനെ. ഈ കണ്ടുണ്ടോ? ഇത് ഗംഭീരം അല്ല, ഉഷാറായിണ്ടത്. എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് ഇത്രയും ക്ലിയർ ആയിട്ട് കാണുന്നത്. നല്ല രസമല്ലേ ഈ ഒരു ഫ്ലൈറ്റ് പോണ്ട് കേട്ടോ. കണ്ടോ എന്തൊരു രസമല്ലേ ഈ സൺസെറ്റും സൺറൈസും ഒക്കെ. അതേപോലെ തന്നെ ഈ ഓരോ തവണയും ഈ ഒരു വിന്റർ കഴിഞ്ഞിട്ട് പറഞ്ഞു വന്നത്, ഓരോ തവണ ഈ ഒരു വിന്റർ കഴിഞ്ഞിട്ട് സ്പ്രിങ് ആവുന്ന സമയത്ത് മരങ്ങളിലൊക്കെ ഇങ്ങനെ ഇല ഇങ്ങനെ തളിർത്ത് വരുമല്ലോ. അത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. വീണ്ടും ഇങ്ങനെ ഇല വരിക, പൂക്കൾ പൂക്കുക എന്നുള്ളതൊക്കെ ഓരോ തവണ അത് കാണുമ്പോഴും എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നും. എനിക്ക് പൊതുവേ നേച്ചർ ഭയങ്കര ഇഷ്ടമാണ്. നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ഭംഗിയും കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ എനിക്കത് കാണാൻ പറ്റാറില്ല. കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ട് എനിക്ക് അത്രയും ഭംഗി എനിക്ക് അറിഞ്ഞുകൂടെ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് എനിക്കിനി അതുകൊണ്ട് തന്നെ പോകണം എന്ന് ആഗ്രഹമുള്ള എൻ്റെ ഒരു ടൈപ്പ് ഓഫ് നേച്ചർ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് നോർവേ പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതേപോലെ ഐസ്ലൻഡ്. ഈ 2 സ്ഥലങ്ങളും എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള സ്ഥലങ്ങളാണ് പോകണം എന്നുള്ളത്. പോകാൻ പറ്റുമായിരിക്കും. ഇനി ഞാൻ കുറച്ചു നേരം ഇതൊന്ന് കാണട്ടെ. ഇന്ന് രാത്രി നമ്മൾ കിടിലം പാറുവാണ് കാണുന്നത്. പാത്രം നമ്മുടെ എല്ലാ വീടുകളിലും വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചപ്പാത്തി, പത്തിരി, ഇടിയപ്പം അതിനൊക്കെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ബെസ്റ്റ് പാത്രമാണ്.
ഓരോ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോഴാണ് നമ്മൾ ഓരോ സാധനം വാങ്ങിട്ട് യെസ് ഗേൾ. ആ റൂഹിക്ക് ഐഷുവിന്റെ ചിക്കൻ മുളകിട്ടത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ? റൂഹി ഐഷുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അത്രയും ഗുഡ് കറിയാണെന്ന്. ഇതിൽ കുറച്ച് വെള്ളമാക്കി വെക്കും. അപ്പൊ എന്നിട്ട് ഈ മാവ് കുഴയ്ക്കുമ്പോ തന്നെ ഈ വെള്ളം യൂസ് ചെയ്ത് കുഴയ്ക്കും. അപ്പോഴേക്ക് എല്ലാം കൂടെ പോരും. ചിക്കൻ കറിയും ബ്രെഡും സൂപ്പർ യമ്മി. അത് ബെസ്റ്റ് അല്ലേ? അത് ബെസ്റ്റ് ആണ്. ഐഷുവിന്റെ ഫേവറേറ്റ് ആയിരുന്നു അത്. വാവ് സെറ്റ് നോക്കട്ടെ. സൂപ്പർ യമ്മി. സൂപ്പർ യമ്മിയാടാ. എന്ത് ടേസ്റ്റ് ആണ് ഇത്. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. നമ്മൾ നേരത്തെ മറ്റേ പ്രസർ വെച്ചിട്ടുള്ള മെത്തേഡ് നോക്കിയെങ്കിലും ഈ ഒരു ഷേപ്പിൽ ഈ ഒരു കട്ടി വേണമല്ലോ നമുക്ക് പൊരിച്ച പത്തിരിക്ക്. അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇവിടെ ചപ്പാത്തി വരുന്നത് അത് വെച്ചതിന് ശേഷം ഈ ഒരു പാത്രത്തിന്റെ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രസ് ചെയ്ത് മിൽമയുടെ അടപ്പ് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കും. എന്ത് പണിയാലത് അല്ലേ? ഇത് എത്ര കഴിക്കും ഒരാള്? എനിക്കൊരു 2, 3, 4, 5, 6 മതിയായിരിക്കും അല്ലേ? അതെയോ? 4, 5, 6 ഇല്ല, എനിക്കൊരു 3 4 മാക്സിമം 3 അങ്ങനെ പറയാം. നിങ്ങൾ 5 കഴിക്കാൻ ഈ നിർബന്ധിച്ചാല് ഒത്തിരി ഇവിടെ നമ്മൾ പൊരിച്ചോണ്ടിരിക്കുകയാണ്. നമ്മള് ഈ കാലറിയും വർക്കൗട്ടും ജിമ്മും ഒക്കെ അറിയുന്നതിന്റെ മുന്നേയുള്ള ജീവിതം എന്ത് രസമായിരുന്നു അല്ലേ? നമ്മളിപ്പോ എണ്ണ ഉള്ളതുകൊണ്ട് എണ്ണ പോകാൻ വേണ്ടിട്ട് ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ആലോചിക്കായിരുന്നു കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മള് ഒന്നും ആലോചിക്കാതെ എന്ത് സുഖമായിരുന്നു എന്ന്. പക്ഷെ വൺസ് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അതിന് എഗെയിൻസ്റ്റ് പോകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട്, ഭയങ്കര മെന്റൽ ഗിൽട്ട് വരും. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ പൊരിച്ച പത്തിരി കഴിക്കണം. നമ്മൾ ഈ തിങ്കളാഴ്ച മുതൽ എല്ലാവരും ഡയറ്റ് തുടങ്ങണം. സസ്റ്റൈനബിൾ ഡയറ്റ്. അതുകൊണ്ട് നമ്മൾ ഈ വീക്ക് ഡേയ്സില് നല്ല ഡയറ്റ് ഫുഡും വീക്കെൻഡ്സിൽ പൊരിച്ച പത്തിരി മേക്കപ്പ് ചെയ്യുന്നതില് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞു കേട്ടോ. കായ്പോള അങ്ങനെയല്ല, നമ്മൾ ഡീസൻ്റ് ആയി പറയണം. കായ്പോള, സാലഡ്, നമ്മുടെ പൊരിച്ച പത്തിരി, ചിക്കൻ കറി, ഇത് ഇന്നലത്തെ ബാക്കിയുള്ള ലെഫ്റ്റ് ഓവർ ബിരിയാണി. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. പക്ഷെ നേരത്തല്ലേ 6:30 കയ്യിലേ തുടങ്ങുമ്പോ 6:30 ഇപ്പൊ 10 മണി. നമ്മൾ 10:30 പടം കാണാൻ തുടങ്ങണം എന്നായിരുന്നു നമ്മൾ ഇന്നത്തെ പ്ലാൻ. ഭരതനാട്യം നമ്മൾ കാണാൻ പോവാണ്. അപ്പം ഭരതനാട്യം ആയിരുന്നു മറ്റേത്. കൈപ്പോള വെച്ചോ? കൈപ്പോള എല്ലാം സ്റ്റാർട്ട് ചെയ്യാ. കൈപ്പോള ഇതിൽ എന്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിരിക്കണ? കൈപ്പോള എല്ലാം സ്റ്റാർട്ട് ചെയ്യാ. നിങ്ങളൊക്കെ പത്തിരിയും ചിക്കൻ കറി കഴിച്ച് എനിക്കൊരു ഗ്യാസ് പോയി പാൽ കുടിച്ചിട്ട്. പൊരിച്ച പത്തിരി എങ്ങനെ ഉണ്ട്? ഇഷ്ടം മടുത്തുണ്ടായിരിക്കും ചിക്കൻ മുളക് ഇട്ടത്. 4ാമത്തെ ദിവസം അടുപ്പിച്ച് നമ്മള് കഴിക്കും. മുളകിടുന്ന ചേച്ചി വീട് കാണിച്ചു മുളക് വലിയായി. പക്ഷെ സൂപ്പർ ആയിട്ട് കറി, ഭയങ്കര രസമുണ്ട്. ഒരു നാട്ടിലത്തെ ടേസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിന്. ഈ കോമ്പിനേഷൻ നല്ല സൂപ്പർ. വിഷ്ണു ബിരിയാണി ആണല്ലോ. എന്താ ബിരിയാണിക്ക് മാറാന്ന് വിചാരിച്ചു. ഞാനതങ്ങനെ ചിന്തിച്ചില്ല. ഞാനൊരു 3 ആയിപ്പോ. അല്ല തികയോ മാറുണ്ട്. മാവ് ഇഷ്ടം പോലെ ഉണ്ട്. ഒരാഴ്ചത്തേക്കുള്ളതുണ്ട്. എനിക്ക് പക്ഷെ ഞാൻ ഇവിടെ വന്ന ഉടനെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോ ആ കുഴ തീരില്ല. കാരണം വെള്ളം കൂടും, പൊടിയിടും, പൊടി കൂടും, വെള്ളമൊഴിക്കും. അങ്ങനെ ഒരു സംസ്ഥാനത്തേക്കുള്ള മാവിയ ഉണ്ടാക്കും. വെറുതെ പറയില്ല, ചിക്കൻ കറി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. കുട്ടി ഉറക്കം കഴിഞ്ഞ് എണീറ്റുണ്ട്. മുഖം നോക്കി വെരിഫൈ കൊണ്ടുപോയത്. ഓക്കെ, അപ്പൊ ഞാൻ കൈപ്പോളയിൽ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. കൈപ്പോള ഇഷ്ടമല്ല. പക്ഷെ വലിയ പീസ് അത് കഴിച്ചത് കഴിക്കാൻ പറ്റില്ല. രണ്ട് പത്തിരി കഴിഞ്ഞാണോ? ഞാൻ കഴിച്ചോ. ഒരു കായ്പോള ഇതിലേക്ക് ഇട്ടു.
മുറുക്കിന് എന്തിനാ അങ്ങനെ തിന്നോ? എൻ്റെ ഓർമ്മയിൽ ഞാൻ ലാസ്റ്റ് പൊരിച്ച പത്തിരി കഴിച്ചത് ദീപ ചേച്ചിയുടെ അവിടെ പോയിട്ട് ഒരു തവണ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ദീപ ചേച്ചിയുടെ പഴയ അപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പോൾ അവർ വീട് മാറിയിട്ട് തന്നെ ഇപ്പോൾ ഒരു 2-2.5 കൊല്ലമായി. ഞാൻ ഉണ്ടാക്കി ഇവിടെ ഈ പിന്നെ റൂഹിയുടെ പിറന്നാളിന് ഈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ? ഈ അപ്പാർട്ട്മെന്റ് ഒന്നും കൂടി ഉണ്ടാക്കി നമ്മള്. അപ്പോൾ എന്തായാലും ഒരു 2 കൊല്ലമൊക്കെ ഉണ്ടാവും കഴിച്ചിട്ട് തോന്നുന്നു. പൊരിച്ച പത്തിരിയും ചിക്കൻ കറിയും. ഞാൻ ചിക്കൻ കഴിക്കുന്നില്ല, കാരണം എനിക്ക് ബിരിയാണിയിലെ ചിക്കൻ കഴിക്കാനുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ബിരിയാണിയുടെ തട്ട് താണ് തന്നെ ഇരിക്കും. അത് ഇന്നലെ ഞങ്ങള് ബിരിയാണി കഴിച്ചോണ്ടാ. നമ്മളങ്ങനെ ഒരു പെർഫെക്റ്റ് സൺഡേ ഈവനിങ്ങിന് വേണ്ടിയിട്ട്, സാറ്റർഡേ ഈവനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പടം കാണാൻ വേണ്ടി പോവാണ്. ഫ്ലാഷിലാണ് നിറവയറുമായി ഇരുട്ടത്ത് ഫുൾ ഫ്ലാഷിലാണ് ഷെറി ഇരിക്കണത്. പല്ലൊക്കെ തിളങ്ങണു. എല്ലാം റെഡിയായി. ഷോ ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഇരുന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. ഒരു 5-10 മിനിറ്റ്, മാക്സിമം 15 മിനിറ്റിൽ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. പടം ബോറായോണ്ടല്ല കേട്ടോ, എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസം കുറച്ച് ഓട്ടമായിരുന്നു. അപ്പോൾ ഇരുന്ന് സുഖമായി ഉറങ്ങി. ബാക്കി പടം നമുക്കിനി നാളെ കാണാം. നമ്മുടെ ഈ ഒരു ശനിയാഴ്ച വൈകുന്നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.